മഴവിൽ അർമാദം. ടിക്കറ്റുകൾക്കായി സന്ദർശിക്കൂ QKerala.com. ബഹളം കേക്കണില്ലേ? പോടാ അവിടുന്ന്. സുബ്രോ, എന്നെ മാസ്റ്റർ പീസ് കാണിച്ചു കൊടുക്കൂ. അതെടാ, അങ്ങനെ കളി കാണിച്ചു കൊടുക്കണം. ഇനിയിപ്പോ ഇവന് പകരം തിരുമേനി കളിക്കും. അത് നടക്കില്ല പോളേട്ടാ. ഇതേ ചെക്കന്മാര് തമ്മിലുള്ള കളിയാ. അതിലിനി തിരുമേനി ഇടപെടണ്ട. അതെ, അതിന് മാറ്റൊന്നുമില്ല. ഇതാണ് ബ്ലൈൻഡ് ഫോൾഡ്. എന്തേ? പക്ഷെ ഇവിടെ കളിക്കണത് നമ്മുടെ സുബ്രു കണ്ടെത്തിയ ബ്ലൈൻഡ് ഫോൾഡ്. കളിക്കും. നീ ഇവിടെ ടെൻഷൻ അടിക്കാതെ കളിയൊന്ന് പോയി കാണണ്ട. കളി മാത്രല്ലേ ചേച്ചി ഇപ്പൊ എന്റെ പ്രശ്നം. ആ മത്തായി സാറിന്റെ കാശ് എങ്ങനെ കൊടുത്തു തീർക്കും ഓർക്കുമ്പോഴാ ടെൻഷൻ. കാലാള് 13-29. കുതിര 2-19. കുതിര 7-22. ഈ കളി ഇങ്ങനെ മത്സരിക്കാനുള്ളതൊന്നും അല്ലല്ലോ. ഒരു നേരം പോക്കിന് കളിക്കുന്നല്ലേ ഉള്ളൂ. മനേട്ടാ, ഓ നിങ്ങളെ ചെക്കനല്ലേ, ഓൻ ജയിക്കും. ദൈവമേ, കാലാള് 12-28. കാലാള് 14-30. ആന 3-39. എന്തായി വനചേട്ടൻ, അവിടെ ഭയങ്കര ബഹളമൊക്കെ കണ്ടല്ലോ, അങ്ങോട്ട് പോയില്ലേ? അങ്ങോട്ട് പോകാനുള്ളൊരു മാനസികാവസ്ഥയില്ല. ദൈവമേ, എത്ര നേരമായി തുടങ്ങിയിട്ട്. അവൻ്റെ ഒരു ജ്യൂസേ നമ്മുടെ പിള്ളേർക്കൊന്നുമില്ലെന്ന് അവൻ്റെ വിചാരം. സക്കീറേ, അവന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇത് കണ്ട ഓ തകർക്കല്ലേ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ കിടാവും എടുക്കണല്ലേ. കുതിര 19-28. സുബ്രോ, സുബ്രോ, ഇന്നടാ പിടിക്കടാ. വേണ്ട വേണ്ട. മന്ത്രി 19-5. ആന 39-43 കുതിര വെട്ട്. 43.
മനസ്സിനാകെ ഒരു വല്ലായ്മ. സാരില്ലേ വനജേട്ടാ, എല്ലാം ശരിയോ? തേര് 8-ന്ന് 6-ലേക്ക്. തേര് 8-ന്ന് 6. ഇവിടെ സുബ്രു ആരാന്നാ കരുതിയേ? ആന 20-ന്ന് 6-ലേക്ക് വലിച്ചു. വനജേട്ടാ ഭയങ്കര കയ്യടിയാണല്ലോ അവിടെ കേൾക്കണേ. നമുക്കൊന്ന് പോവല്ലേ? ഞാൻ പറഞ്ഞു എന്നെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മത്തായി സാറിന് അങ്ങനെയൊക്കെ പേടിച്ച എന്തെങ്കിലും നടക്കൂ. സുബ്രു, കാര്യങ്ങൾ ഏകദേശം ഓക്കെ ആവും കേട്ടാ. കുട്ടി പേടിച്ചോടുന്നുണ്ട് കേട്ടോ. കരയില് തോന്നുന്നുണ്ട്. വേണ്ടാന്ന് ഞാൻ പറഞ്ഞല്ലേ. സാർ നിർബന്ധിച്ചിട്ടല്ലേ ഇപ്പൊ കളിപ്പിച്ചേ. എന്നിട്ട് ഇപ്പൊ എന്റെ കുഞ്ഞിനെ ഇങ്ങനെ തല്ലി. ഇനി ആ കുട്ടിനെ തല്ലരുത്. നിങ്ങൾ പറഞ്ഞ പോലെ അവൻ കളിച്ചു തോപ്പിച്ചു. ഇനി അവനെ തല്ലരുത്. എന്റെ മുതലേ എനിക്ക് വേണ്ട. നീ ഇതല്ല തിന്നി എന്റെ മുതല് 4 പേര് ഒന്ന് വിടണം. ഈ വക കള്ളക്കളി. അവനോ കള്ളൻ, അവന്റെ മക്കൾ അവനെക്കാളും വലിയ. നീ കാരണം ഇവനിട്ട് കിട്ടിയേ. ഞാൻ എന്തൂട്ട് ചെയ്തെന്നാ? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അവിടെ പോകണ്ടാന്ന്. അവളൊന്നും ചെയ്തിട്ടില്ല അച്ഛാ. തോക്കുന്ന ആ കുട്ടിയും അവരാരും കരുതിയിട്ടില്ല. അതിന്റെ ദേഷ്യം തീർത്തതാ. അവര് പറഞ്ഞിട്ട് എന്തിനാ? കുട്ടികളെ കൊണ്ടുപോയി കളിപ്പിച്ചതാരാ? നീ എന്ത് വർത്താനാടി ഈ പറയണേ? ഞാൻ കളിപ്പിച്ചെന്നോ? ആ മത്തായിയെ തടയാൻ എനിക്കാവോ? ആർക്കെങ്കിലും ആവോ? ആയാലും ഇല്ലേലും പറ്റിയത് എന്റെ കുട്ടികൾക്കാണല്ലോ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ചെസ് എന്നും പറഞ്ഞ അമ്പലപ്പറമ്പിലുള്ള ആ ഇരിപ്പുണ്ടല്ലോ, അത് ഇന്നത്തോടെ നിർത്തിക്കോണം. അയാളുടെ കാശ് നമുക്ക് എങ്ങനെയും തിരിച്ചു കൊടുക്കാം. നമുക്കത് വേണ്ട. വനജ, 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 ഒന്ന് എണീക്കടാ. വനജ, വരുന്നു. ആ എന്താ വാസുവേട്ടാ? നമ്മുടെ സുബ്രു എണീറ്റില്ലേ? ഇല്ല. എന്താ? സുബ്രുവിനെ വിളിക്കേ. സുബ്രു, വിളിക്കണോടാ. സുബ്രു, സുബ്രു ഒന്ന് എണീറ്റ് വാടാ. വാസുവേട്ടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ഡാ, ഇതൊന്നും നോക്കടാ. ഇത് ഇന്നലത്തെ കളിയിലാണല്ലോ അച്ഛാ. ദൈവം ഉണ്ടെന്ന് പറഞ്ഞത് വെറുതെ അല്ല വനജ. ഇത് എവിടുന്ന് കിട്ടി ഇവർക്ക്? പങ്കു, ആ, ഇങ്ങ് വന്നേ. ആ, ദാ വരുന്നു. വേഗം എണീറ്റ് വാടി. ദാ വന്നു. എന്താ? ദാ ഇത് കണ്ടോ? നമ്മുടെ മോന്റെ പടം പത്രത്തിൽ. ദേ, നമ്മുടെ സുബ്രു. നോക്കടി, നോക്കടി. ചേട്ടന്റെ പടം കണ്ടോ? ഇത് ചേട്ടന്റെ പടം പോലെ തന്നെയല്ലോ. എടി മണ്ടി, അത് ചേട്ടൻ തന്നെ.